നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സസ്പെൻസിനൊടുവിൽ കല്ലട്ര മാഹിൻ ഹാജി കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി. മഞ്ചേശ്വരത്ത് AKM അഷ്റഫിന് രണ്ടാം ഊഴം. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈജി ഓട്ടപ്പള്ളിയാണ് സ്ഥാനാർത്ഥി. ജോസഫ് വിഭാഗം കാഞ്ഞങ്ങാട് സീറ്റ് ഏറ്റെടുത്തതോടെ തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസിന് വിട്ടുനൽകി. കാസർഗോഡ് +2 പരീക്ഷയിൽ ആൾമാറാട്ടം, 2 പേർക്കെതിരെ കേസെടുത്തു. ഒരാൾ അറസ്റ്റിൽ. അടിത്തടുക്ക സ്വദേശിയായ മുഹമ്മദ് മുക്താറാണ് അറസ്റ്റിലായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാസർഗോഡ് ജില്ല സജ്ജമെന്ന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ജില്ലാ കളക്ടറുടെ ചേംബറിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. മംഗളൂരുവിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം, വ്യവസായിയെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ 26-കാരൻ അറസ്റ്റിൽ. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുമ്പളയിൽ ചുമരെഴുതിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെയും സ്റ്റാഫ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സസ്പെൻസിനൊടുവിൽ കല്ലട്ര മാഹിൻ ഹാജി കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി. മഞ്ചേശ്വരത്ത് AKM അഷ്റഫിന് രണ്ടാം ഊഴം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ കാസർഗോഡ് മണ്ഡലത്തിൽ പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ആരാകുമെന്ന കൗതുകത്തിലും കാത്തിരിപ്പിലുമായിരുന്നു ജനങ്ങൾ. ഇതിന് വിരാമമിട്ടാണ് മുസ്ലിം ലീഗ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജിയെ തന്നെയാണ് കാസർഗോഡ് പിടിച്ചടക്കുവാൻ മുസ്ലിം ലീഗ് നിയോഗിച്ചിരിക്കുന്നത്. കാലങ്ങളായി മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായതിനാൽ പല നേതാക്കൾക്കും കാസർഗോഡ് സീറ്റിൽ കണ്ണുണ്ടായിരുന്നു. ജില്ലയിൽ നേതാക്കളുടെ നിര തന്നെയുള്ളപ്പോൾ സംസ്ഥാന നേതാവായ KM ഷാജിയുടെ പേരാണ് ആദ്യം മുതൽ പറഞ്ഞു കേട്ടതെങ്കിലും പോസ്റ്റർ പ്രതിഷേധം ഉൾപ്പെടെ വന്നതിന് പിന്നാലെ അതിൽ മാറ്റം വന്നു. ഷാജി കാസർഗോട്ടേക്കില്ലെന്നറിഞ്ഞതോടെ പിന്നെയാരാകും എന്നതിലായി ലീഗ് പ്രവർത്തകരിലെ ആകാംക്ഷ. നവമാധ്യമങ്ങളിലുൾപ്പെടെ പല പേരുകളും പറഞ്ഞു കേട്ടു. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, ട്രഷറർ PM മുനീർ ഹാജി എന്നീ പേരുകളാണ് മാറി മാറി വന്നത്. ജില്ലാ പ്രസിഡന്റ്, ട്രഷറർ എന്നിവർക്കൊപ്പം ജനറൽ സെക്രട്ടറി A അബ്ദുൽ-റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ പാണക്കാട്ടെത്തിയിരുന്നു. ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിലാണ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജിക്ക് നറുക്ക് വീണത്. വർഷങ്ങളുടെ പൊതുപ്രവർത്തനത്തിനിടയിൽ പലതവണ അണിയറയിൽ തെരഞ്ഞെടുപ്പിന്റെ കരുക്കൾ നീക്കിയെങ്കിലും ആദ്യമായാണ് കല്ലട്ര മാഹിൻ ഹാജി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. മഞ്ചേശ്വരത്ത് AKM അഷ്റഫിന് ഇത് രണ്ടാം ഊഴമാണ്. തദ്ദേശ സ്ഥാപന ജനപ്രതിനിധി എന്ന നിലയിൽ ദീർഘകാല പരിചയവും നാട്ടുകാരനെന്ന മേൽവിലാസത്തിലുമാണ് ബഹുഭാഷാ പ്രസംഗകനായ AKM അഷ്റഫ് ജനങ്ങളെ സമീപിക്കുന്നത്. 5 വർഷം മണ്ഡലത്തിലുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കുവാനാണ് AKMനെ തന്നെ രംഗത്തിറക്കിയതെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുവെങ്കിലും LDFിലും NDAയിലും സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായിട്ടും മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതെന്തേയെന്ന ചോദ്യം ഉയരുന്നുണ്ട്. തങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു സർപ്രൈസ് എൻട്രി ആയിരിക്കുമെന്നാണ് LDFിലെ ഘടകകക്ഷിയായ INL നേതാക്കൾ പറയുന്നത്. മികച്ച ഒരു പോരാട്ടത്തിലൂടെ മുന്നിൽ കയറുവാൻ സാധ്യതയുണ്ടായിട്ടും NDA ക്യാമ്പിലുള്ള ആലസ്യം ശ്രദ്ധേയമാണ്. BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി, K ശ്രീകാന്ത്, മുൻ ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ തുടങ്ങിയവരുടെ പേരുകൾ പരിഗണനാ പട്ടികയിലുള്ളതായി അറിയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈജി ഓട്ടപ്പള്ളിയാണ് സ്ഥാനാർത്ഥി. ജോസഫ് വിഭാഗം കാഞ്ഞങ്ങാട്ട് സീറ്റ് ഏറ്റെടുത്തതോടെ തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസിന് വിട്ടുനൽകി. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ചെയർമാൻ PG ജോസഫ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈജി ഓട്ടപ്പള്ളിയെ പ്രഖ്യാപിച്ചു. പാർട്ടി സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം, ജില്ലാ ട്രഷറർ, നിയോജകമണ്ഡലം കോർഡിനേറ്റർ, മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. KCYMന്റെ മികച്ച യുവജനക്ഷേമ പ്രവർത്തന സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട്.
KCYM സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം, കോട്ടയം അതിരൂപത യുവജന സംഘടനയായ KCYL പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, അൽമായ സംഘടന, ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് ട്രഷറർ, ജനറൽ സെക്രട്ടറി, ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ ജ്ഞാനായ ബാങ്ക് ബോർഡ് അംഗമാണ്. നിരവധി സാമുദായിക സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ നേതൃപാടവം തെളിയിച്ച ഷൈജി ഓട്ടപ്പള്ളി കോട്ടയം CMS കോളേജ് ആർട്സ് ക്ലബ് സെക്രട്ടറിയായിരുന്നു. മികച്ച വാഗ്മിയും സംഘാടകനുമാണ് ഷൈജി ഓട്ടപ്പള്ളി. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ്, നിയോജകമണ്ഡലം സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജോസ് കെ മാണി വിഭാഗം LDF-ലേക്ക് പോയപ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ സജീവമായി. കോട്ടയം സ്വദേശിയാണ്. കൈപ്പുഴ ഓട്ടപ്പള്ളിൽ കുടുംബാംഗമാണ്. പരേതനായ OL കുര്യാക്കോസിന്റെയും മേരി കുര്യാക്കോസിന്റെയും മകനാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് +2 പരീക്ഷയിൽ ആൾമാറാട്ടം. 2 പേർക്കെതിരെ കേസെടുത്തു. ഒരാൾ അറസ്റ്റിൽ. അടിയത്തടുക്ക സ്വദേശിയായ മുഹമ്മദ് മുക്താറാണ് അറസ്റ്റിലായത്. കാസർഗോഡ് +2 പൊതുപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയെന്ന പരാതിയിൽ കുമ്പള പോലീസ് 2 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. മുഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരീക്ഷയ്ക്കിടെയാണ് സംഭവം നടന്നത്. സ്കൂൾ പ്രിൻസിപ്പാൾ VS ബിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ബംബ്രാണ അഡ്യത്തടുക്ക സ്വദേശിയായ മുഹമ്മദ് മുക്താറാണ് അറസ്റ്റിലായത്. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ ബൈജു K ജോസ്, SI അനന്തകൃഷ്ണൻ, R മേനോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. പരീക്ഷ എഴുതേണ്ടിയിരുന്ന വിദ്യാർത്ഥിയുടെ അറിവോടെയും സഹകരണത്തോടെയുമാണ് ആൾമാറാട്ടം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ആ വിദ്യാർത്ഥിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പരീക്ഷാ ഹാളിൽ സംശയം തോന്നിയ അധ്യാപകർ നടത്തിയ പരിശോധനയിലാണ് സംഭവം പുറത്തുവന്നത്. തുടർന്ന് സ്കൂൾ അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ആൾമാറാട്ടം, വ്യാജരേഖ ഉപയോഗം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി വിദ്യാർത്ഥിയുടെയും അറസ്റ്റിലായ യുവാവിന്റെയും മൊബൈൽ ഫോൺ ഉൾപ്പെടെ തെളിവുകൾ പരിശോധിക്കുകയാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, കുമ്പള. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാസർഗോഡ് ജില്ല സജ്ജമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും പൂർത്തിയായതായി കളക്ടർ വിശദീകരിച്ചു. എല്ലാ ബൂത്തുകളും നമ്മൾ 116 സെക്ടേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്ടേഴ്സ് എടുക്കാൻ ഒരു 8 to 12 ബൂത്തിന്റെ ഇടയ്ക്ക് വരുന്ന രീതിക്കാണ് സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള. ഒരു സെക്ടർ ഓഫീസർമാർ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ പോളിംഗിന്റെ ദിവസം എടുക്കുകയാണെങ്കിൽ മെഷീൻസ് ഒക്കെ കേടാവാണെങ്കിൽ പെട്ടെന്ന് റിപ്പയർ ആക്കാൻ അങ്ങനെയുള്ള സംവിധാനം, മറ്റെല്ലാ കാര്യങ്ങളും BLOs ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഈ സെക്ടർ ഓഫീസേഴ്സ് ആയിരിക്കും. അപ്പോൾ 116 സെക്ടേഴ്സ് ആണ് നമ്മുടെ ജില്ലയിലുള്ളത്. പിന്നെ വോട്ടിങ്ങിന്റെ സമയത്താണ് നിങ്ങൾക്ക് അറിയുന്ന പോലെ വോട്ടേഴ്സ് ID-ന് പുറമെ 12 IDs-ഉം കൂടെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പോലീസ് പേഴ്സണൽ ഏകദേശം നമ്മൾ 2500ഓളം പോലീസ് പേഴ്സണൽ പോളിംഗ് ദിവസം നമ്മൾ ഡിപ്ലോയ് ചെയ്യും. കൂടാതെ തന്നെ കേന്ദ്രസേനയും ഓൾറെഡി 2 കമ്പനി ഫോഴ്സ് എത്തിയിട്ടുണ്ട്. പിന്നെ ആവശ്യാനുസരണം കൂടുതലായിട്ടുള്ള ഫോഴ്സ് നമ്മുടെ ജില്ലയിൽ എത്തുന്നതായിരിക്കും. പിന്നെ മോണിറ്ററിങ് MCMC സെല്ലും മീഡിയ സെന്ററും നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. കിട്ടുന്ന പരാതികൾ പ്രത്യേകമായിട്ട് നോക്കുന്നുണ്ടാവും. AI ആയിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ എക്സ്പേർട്ടും ഈ കമ്മിറ്റിയിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ കൂടാതെ തന്നെ ഈ ഒബ്സർവേഴ്സ്, എലക്ഷൻ പ്രവൃത്തി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഒബ്സർവേഴ്സ് വരാറുണ്ട്. നമ്മുടെ ജില്ലയിൽ അപ്പോൾ 2 ജനറൽ ഒബ്സർവേഴ്സ് ഉണ്ട്, 2 എക്സ്പെൻഡിച്ചർ ഒബ്സർവർ ഉണ്ട്, ഒരു പോലീസ് ഒബ്സർവർ ഉണ്ട്. അപ്പോൾ അവർ 18-ം തീയതി ജില്ലയിലെത്തും. അത് ഇലക്ഷൻ പോളിംഗ് കഴിയുന്നവരെ ജില്ലയിൽ ഉണ്ടാവുന്നതായിരിക്കും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹോം വോട്ടിംഗ് ഉണ്ട്. മുൻ പ്രാവശ്യത്തെ പോലെ തന്നെ ഹോം വോട്ടിംഗ് ഇപ്രാവശ്യം ഉണ്ട്. 85 വയസ്സിന് മേലെ ഉള്ളവർക്കും PWD ഡിസേബിൾഡ് ആയിട്ടുള്ള PWD വോട്ടേഴ്സിനും ഹോം വോട്ടിംഗ് സൗകര്യം ഉണ്ടാവുന്നതായിരിക്കും. നമ്മുടെ ജില്ല എടുക്കുകയാണെങ്കിൽ ഏകദേശം 85+ വോട്ടേഴ്സ്, 4292 വോട്ടേഴ്സാണ് 85+ പ്രായമായിട്ടുള്ള വോട്ടേഴ്സ് ഉള്ളത്. മംഗളൂരുവിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം, വ്യവസായിയെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ 26-കാരൻ അറസ്റ്റിൽ. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മംഗളൂരു നഗരത്തിലെ ആര്യസമാജ റോഡിലാണ് സംഭവം.
മംഗളൂരുവിൽ 2 കോടി രൂപയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം വ്യവസായിയെ സിനിമാ സ്റ്റൈലിൽ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ 26-കാരൻ അറസ്റ്റിൽ. മംഗളൂരു ഫൽനിർ സ്വദേശി ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷെരീഫാണ് അറസ്റ്റിലായത്. മല്ലിക്കട്ടി സ്വദേശിയും വ്യവസായിയുമായ മോഹൻദാസ് ഷെട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. മംഗളൂരു നഗരത്തിലെ ആര്യസമാജ റോഡിലാണ് സംഭവം. ഷെരീഫും പിതാവ് മുഹമ്മദ് ഇക്ബാലും ഷെട്ടിയുമായി ഭൂമി ഇടപാടുകൾ ഉണ്ടായിരുന്നു. സൂരത്കൽ, വാമഞ്ചൂർ പ്രദേശങ്ങളിൽ 2 കോടിയോളം രൂപ പ്രതി നിക്ഷേപിച്ചിരുന്നുവെങ്കിലും വഞ്ചിക്കപ്പെടുകയായിരുന്നു. ഇതിന്റെ വിരോധത്തിലാണ് ഷെട്ടിയെ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവേ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ മംഗളൂരു പോലീസ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുമ്പളയിൽ ചുമരെഴുതിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന് വേണ്ടി ചുമരെഴുതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കുമ്പള ടെമ്പിൾ റോഡിലാണ് കേന്ദ്രമന്ത്രി ചുമരെഴുതിയത്. K. സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നു. രാവിലെ കുമ്പള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം സുരേഷ് ഗോപിയെയും സുരേന്ദ്രനെയും മുദ്രാവാക്യം വിളിച്ച് പ്രകടനമായാണ് പ്രവർത്തകർ ടെമ്പിൾ റോഡിലേക്ക് സ്വീകരിച്ചത്. തുടർന്ന് ചുമരെഴുതി K. സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷമായ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണുള്ളതെന്ന് സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. CPM-ൽ ചരിത്രത്തിലില്ലാത്ത വിധം വിമതശല്യം ഉയർന്നു കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA നിർണായക ശക്തിയായി മാറും. UDF-നോ LDF-നോ ഭൂരിപക്ഷം കിട്ടില്ലെന്നുറപ്പാണ്. വലിയ രാഷ്ട്രീയ മാറ്റത്തിനാണ് കേരളം കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. VD സതീശന്റെ 24 മണിക്കൂർ എന്ന് പറയുന്നത് 108 മണിക്കൂറാണെന്ന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. 72 മണിക്കൂർ കഴിഞ്ഞിട്ടും അവർക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല. വലിയ തോതിലുള്ള ആഭ്യന്തര കലഹങ്ങളാണ് UDF-ലും അതുപോലെ LDF-ലും നടന്നുകൊണ്ടിരിക്കുന്നത്. UDF-നാണെങ്കിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ഒഴിച്ച് മുന്നണിയിലെ മറ്റ് സ്ഥാനാർത്ഥികളെക്കുറിച്ചൊന്നും തന്നെ അവസാന നിമിഷത്തിലും യാതൊരു തരത്തിലുള്ള ധാരണയിലും എത്താൻ അവർക്ക് സാധിച്ചില്ല. കേരളത്തിൽ 100 സീറ്റുമായി അധികാരത്തിൽ വരും എന്ന് അവകാശപ്പെട്ട ആളുകളാണ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നതെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. LDF-ലും കടുത്ത പ്രതിസന്ധിയാണ്. പല പ്രധാനപ്പെട്ട പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലും അവർക്ക് വിമത ശല്യം നേരിടുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. അധാർമികമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന ദേശവിരുദ്ധ ശക്തികളുമായിട്ട് ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുന്നണികൾക്കേറ്റ തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ 1-ാം റൗണ്ടിൽ തന്നെ LDF-ഉം UDF-ഉം വിയർക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യവും BJP-യും വലിയ പ്രതീക്ഷ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക്, വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല പ്രതീക്ഷയാണ് NDA-യിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി മാറാൻ പോകുന്നത് കേരളത്തിൽ NDA ആയിരിക്കും. ഈ കാസർഗോഡ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ സീറ്റുകൾ പേയ്മെൻറ്റ് സീറ്റാണെന്നൊരു പ്രചാരണം ഇപ്പോൾ തന്നെ ലീഗിൻ്റെ ഉള്ളിലും സജീവമാണ്. ആണല്ലോ. രാഷ്ട്രീയ പ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകരോ അല്ല, ബിസിനസ്സുകാർ, കച്ചവടക്കാർ മണ്ഡലങ്ങൾ പിടിക്കുന്നു എന്നുള്ളതാണ് UDF-നകത്ത് തന്നെ ഉയരുന്ന ആക്ഷേപം. അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന, ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമാകേണ്ട സന്ദർഭത്തിൽ അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. എല്ലാ കാലത്തും വർഗീയതയെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള അവരുടെ കണക്കുകൂട്ടലിന് ഇത്തവണ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളെല്ലാം കാണിക്കുന്നത്. പരിപാടിയിൽ BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനി ML, കോഴിക്കോട് മേഖലാ വൈസ് പ്രസിഡന്റ് വിജയ്കുമാർ റായ്, മണ്ഡലം പ്രസിഡന്റ് സുനിൽ അനന്തപുരം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V. രവീന്ദ്രൻ, സുരേഷ് കുമാർ ഷെട്ടി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
LDF ഭരണകാലത്ത് ജീവനക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ അടുത്ത സർക്കാർ നൽകുമെന്ന് പറയുന്നത് നിലവിലെ ഭരണകൂടത്തിന്റെ പരാജയമാണെന്ന് കേരള NGO അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്രാഞ്ച് സമ്മേളനം ആരോപിച്ചു. ഉത്തരവുകൾ ഇറക്കി ഇതുപോലെ ജീവനക്കാരെ പറ്റിച്ച ഭരണകൂടം കേരളത്തിലെ സിവിൽ സർവീസ് ചരിത്രത്തിൽ ആദ്യത്തേതാണെന്നും സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ ആരോപിച്ചു. LDF ഭരണകാലത്ത് ജീവനക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ അടുത്ത സർക്കാർ നൽകുമെന്ന് പറയുന്നത് നിലവിലെ ഭരണകൂടത്തിന്റെ പരാജയമാണെന്ന് കേരള NGO അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്രാഞ്ച് സമ്മേളനം ആരോപിച്ചു. ഉത്തരവുകൾ ഇറക്കി ഇതുപോലെ ജീവനക്കാരെ പറ്റിച്ച ഭരണകൂടം കേരളത്തിലെ സിവിൽ സർവീസ് ചരിത്രത്തിൽ ആദ്യത്തേതാണെന്നും സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ ആരോപിച്ചു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സമ്മേളനം NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് പെരിയങ്ങാനം ഉദ്ഘാടനം ചെയ്തു. 25,000 കോടി രൂപയും അതുപോലെ ഈ സാലറി ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ അരിയർ ഉൾപ്പെടെയുള്ള 5,000 കോടി രൂപ ഉൾപ്പെടെ 1,25,000 കോടി രൂപ ഈ കേരള സംസ്ഥാന ജീവനക്കാരിൽ നിന്നും ഈ സംസ്ഥാന സർക്കാർ കൊള്ളയടിച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൃത്യമായി ഇടവേള കൊടുക്കാതെ അതിശക്തമായ സമരം നടത്തുന്നത്. നമുക്കറിയാം, ഈ ഗവൺമെന്റ് കഴിഞ്ഞ 2 പ്രകടന പത്രികയിലും പറഞ്ഞ ഒരു കാര്യമാണ് ഈ സർക്കാർ അധികാരത്തിലേറിയാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന്. പക്ഷേ 10 വർഷം കഴിഞ്ഞു, ഇതുവരെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ഈ പങ്കാളിത്ത പെൻഷന്റെ പകരമായി അഷ്വർഡ് പെൻഷൻ എന്നൊരു സ്കീം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ അതും നടപ്പിലാക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല. അതുപോലെ നമുക്ക് മെഡിസെപ്പ് ഈ സർക്കാരും അതുപോലെ ഇൻഷുറൻസ് കമ്പനിയും ഈ ജീവനക്കാരിൽ നിന്നും കൊള്ളയടിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കണ്ടുവരുന്നത്. ഓരോ ജീവനക്കാരിൽ നിന്നും 687 രൂപ മാസ പ്രീമിയം സ്വീകരിച്ച് അതിന്റെ ആനുകൂല്യങ്ങളോ അതുപോലെ കൃത്യമായ ആസ്പത്രികളോ അതിൽ ഉൾപ്പെടുത്താതെ എല്ലാ ജീവനക്കാരെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു. അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് A. സുബിൻ രാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PV പ്രകാശൻ, ട്രഷറർ KK വിശ്വനാഥൻ, സംസ്ഥാന കമ്മിറ്റി അംഗം CK അരുൺകുമാർ, ജില്ലാ ട്രഷറർ VM രാജേഷ്, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ബ്രിജേഷ് പൈനി, R. മധുസൂദനൻ, ജില്ലാ ഭാരവാഹികളായ MV നികീഷ്, റെനിൽസൺ, K. തോമസ്, പ്രവീൺ വരയിലം, M. വിജയകുമാരൻ നായർ, വനിതാ ഫോറം കൺവീനർ AK പ്രിയ, PP ബാബുരാജ്, M. ലക്ഷ്മണൻ, M. രജികുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം K. അജിത അധ്യക്ഷത വഹിച്ചു. സംഘടനാ ചർച്ച ജില്ലാ സെക്രട്ടറി VTP രാജേഷ് അവതരിപ്പിച്ചു. A. സുബിൻ രാജിനെ പ്രസിഡന്റായും, M. രജികുമാർ, P. ഷേളി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, PV പ്രകാശിനെ സെക്രട്ടറിയായും, A. സുകേഷ്, AK പ്രിയ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, KK വിശ്വനാഥനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. P. സരിതയാണ് വനിതാ ഫോറം കൺവീനർ. MV പ്രസീത ജോയിന്റ് കൺവീനറാണ്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ചാലിങ്കാൽ സുശീല ഗോപാലൻ നഗറിലെ നിരവധി കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന കുടിവെള്ള പദ്ധതി തയ്യാറാക്കി നൽകി കാഞ്ഞങ്ങാട് നന്മമരം കൂട്ടായ്മ. കഴിഞ്ഞ 5 വർഷക്കാലമായി നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന നന്മമരത്തിന്റെ 4ാമത്തെ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത്. കുടിവെള്ളം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ചാലിങ്കാലിൽ സുശീല ഗോപാലൻ നഗറിലെ നിരവധി കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന കുടിവെള്ള പദ്ധതി തയ്യാറാക്കി നൽകി നന്മ പ്രവർത്തനങ്ങൾ നിത്യവും നടത്തുന്ന കാഞ്ഞങ്ങാട് നന്മമരം കൂട്ടായ്മ. കഴിഞ്ഞ 5 വർഷക്കാലമായി നിരവധിയായ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന നന്മമരത്തിന്റെ 4ാമത്തെ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത്. ചാലിങ്കാൽ ക്ലബ് പരിസരത്ത് ബോർവെൽ കുഴിച്ച് പൈപ്പ് ലൈൻ വഴി കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന വീടുകളിലേക്ക് പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുന്ന വലിയൊരു തുക ചിലവ് വരുന്ന പദ്ധതിയാണ് കൂട്ടായ്മയിൽ നടത്തിയത്. പ്രശസ്ത ഫുഡ് ബ്ലോഗറും പ്രവാസ ലോകത്തെ സാമൂഹിക പ്രവർത്തകനുമായ വിനോസ് ഫുഡിയുടെ പാവന സ്മരണയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന കുടിവെള്ള പദ്ധതി പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഭക്ഷണവും അതോടൊപ്പം വെള്ളവും എല്ലാം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് എന്നുള്ളതിൽ നിന്നും ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവർക്ക് അത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനമാണ് നന്മമരം ഏറ്റെടുത്ത് നടത്തുന്നത്. കാഞ്ഞങ്ങാട് പോലുള്ള പ്രദേശത്ത് ഭക്ഷണത്തിന് പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ള പ്രവർത്തനം അതൊരു വലിയ ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുത്ത് നടത്തുന്ന നന്മമരം, അതോടൊപ്പം തന്നെ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ നൽകുന്നതും അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്തൊക്കെ
വീടുകളിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉൾപ്പെടെ നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരൊപ്പം വേണ്ട സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയാണ്. അന്നു മുതൽ തന്നെ നന്മമരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും കൃത്യമായി വീക്ഷിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. ഇവിടെ ഇപ്പം പുല്ലൂർ പെരിയ പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നുണ്ട്. കാലാവസ്ഥ വലിയ വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളെയെല്ലാം കണ്ടെത്തിക്കൊണ്ട് അത്തരം പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം തന്നെയാണ്. കുടിവെള്ള വിതരണം നന്മമരം കാഞ്ഞങ്ങാട് ചെയർമാൻ സലാം കേരള ഉദ്ഘാടനം ചെയ്തു. നന്മമരം കാഞ്ഞങ്ങാടിന്റെ വൈസ് പ്രസിഡന്റ് ഗോകുലാനന്ദൻ മോനാച്ച അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ എ കൃഷ്ണൻ, ഷിബു നോർത്ത് കോട്ടച്ചേരി, മെഹബൂബ് അമ്പലത്തറ, ബാബു മണിക്കുട്ടി, മധു ചാലിങ്കാൽ, അശോകൻ കാലിച്ചാമരം, ടി കെ വിനോദ്, ദിനേശൻ എക്സ്പ്ലസ്, വിനു വേലാശ്വരം, രതീഷ് കുശാൽ നഗർ, രമ്യ ഹരി, സിന്ധു കൊളവയൽ, ജലീൽ ക്വാളിറ്റി, റഹ്മാൻ പാണത്തൂർ, പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയാർ ശ്രീശൈലം ദേവീക്ഷേത്രത്തിൽ ചൈത്ര നവരാത്രി മഹോത്സവത്തിന് 19-ന് തുടക്കമാവും. മാർച്ച് 26-ന് സൗന്ദര്യ മഹായജ്ഞം സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അദ്വൈത സിദ്ധാന്തം ശ്രീ വിദ്യാസമ്പ്രദായം ഋഷി പരമ്പര അനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഓം ശ്രീ മഠത്തിന്റെ മൂലക്ഷേത്രമായ പെരിയാർ ശ്രീശൈലം ദേവി ക്ഷേത്രത്തിൽ ചൈത്ര നവരാത്രി മഹോത്സവ സൗന്ദര്യ ലഹരി മഹായജ്ഞത്തിനും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 19-ന് തുടങ്ങി മാർച്ച് 27-ന് അവസാനിക്കുന്ന ഈ വർഷത്തെ ചൈത്ര നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് അതിവിശിഷ്ടമായ സൗന്ദര്യ ലഹരി യജ്ഞം മാർച്ച് 28-ന് രാവിലെ 8 മണി മുതൽ 11:30 വരെ ക്ഷേത്രത്തിൽ വെച്ച് സാർവജനികമായി നടത്തും. അതോടനുബന്ധിച്ച് രാവിലെ 11 മണിക്ക് 170 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം ചെയ്ത് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയ മംഗലാപുരം റൊമാന പെരേറ എന്ന കുട്ടിയുടെ നൃത്ത സമർപ്പണ ആവിഷ്കാരവും നടക്കും. മാർച്ച് 27-ന് രാവിലെ ശ്രീഷോഡശി മഹാകലശാഭിഷേകവും വിശേഷ ചൈത്ര നവരാത്രി മഹാപൂജയോടുകൂടി നവരാത്രി ഉത്സവം സമാപിക്കും. ശ്രീശൈലം ദേവി ക്ഷേത്രം പ്രപഞ്ചത്തിലെ 300 മുക്കോടി ദേവതകളുടെയും പ്രപഞ്ചത്തിലെ പ്രകൃതി ശക്തികളുടെ പഞ്ചഭൂതങ്ങളുടെയും നവഗ്രഹങ്ങളുടെയും രാശി നക്ഷത്രാദികളുടെയും ഊർജ സ്രോതസ് എന്താണോ ആ സ്രോതസ്സിന്റെ ആവിർഭവമായി കാണുന്ന 2 ശക്തികളാണ് ശിവശക്തികൾ. ആ ശിവശക്തികളെ പ്രപഞ്ചത്തിന്റെ പ്രതീകമായ മേരു ശ്രീചക്രത്തിൽ 9 ചക്രങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് ആ ചക്രത്തിൽ ലളിത മഹാത്രിപുരസുന്ദരി അമ്മയെ ആരാധിച്ച് പ്രതിഷ്ഠിച്ച് വരുന്ന ഒരു ക്ഷേത്രമാണ് പെരിയാർ ശ്രീശൈലം ദേവീക്ഷേത്രം. ആ ക്ഷേത്രം 2005-ൽ നമ്മുടെ പരമഗുരുജിയും എൻ്റെ പിതാവുമായ അദ്ദേഹം പ്രതിഷ്ഠ നടത്തുകയാണ്. ആദ്യമായി ഈ ഭാഗത്ത് അബ്രാഹ്മണ പ്രതിഷ്ഠ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പെരിയാർ ശ്രീശൈലം ദേവി ക്ഷേത്രം. കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നു. ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി ജാതി ലിംഗ ഭേദമന്യേ പല ഭക്താദികളും അവിടെ സംഘടാദികൾ കൊണ്ട് വരികയും ചെയ്യുന്ന അനുഷ്ഠാനങ്ങളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും അതിൻ്റെ ചൈതന്യവും കൊണ്ട് പൂർണ്ണമായിട്ടും ഇഷ്ടഫലപ്രാപ്തി ഭക്താദികൾക്ക് ചെയ്തു കൊടുക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. തുടർന്ന് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ നിത്യപൂജ ഹോമാദികളോടുകൂടി 2027 ഏപ്രിൽ മെയ് മാസങ്ങളിലായി മഹായാഗം നടത്തും. മാർച്ച് 26-ന് സൗന്ദര്യ ലഹരി ഹോമത്തോടുകൂടി മഹായാഗ വിളംബര ഘോഷണം നടത്തും. ക്ഷേത്രതന്ത്രിയും അഖണ്ഡ ഭാരത സനാതന സന്തസമിതി ദേശീയ അധ്യക്ഷനുമായ മഹാമണ്ഡലേശ്വർ ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതി, മഠാധിപതി മാതാശ്രീ ഓം ശ്രീ ശിവജ്ഞാനമയി സരസ്വതി, പി മുരളീധരൻ നായർ പെരിയ, സുനിൽകുമാർ മാങ്ങാട്, ബാബുരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സത്സംഗം കാഞ്ഞങ്ങാടിന്റെ ഉപസമിതി സത്സംഗം മാവുങ്കാൽ 1 വർഷക്കാലം നടത്തുന്ന സത്രത്തിന്റെ 9ാമത് ശ്രീമദ് ഭാഗവത വിചാര സത്രത്തിന്റെ പ്രതിമാസ പരിപാടികൾക്ക് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. ബ്രഹ്മശ്രീ ഇടമന ഈശ്വരൻ തന്ത്രി ദീപപ്രജ്വലനം നടത്തി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു.
സത്സംഗം കാഞ്ഞങ്ങാടിന്റെ ഉപസമിതി സത്സംഗം മാവുങ്കാൽ ഒരു വർഷക്കാലം നടത്തുന്ന സത്രത്തിന്റെ 9ാമത് ശ്രീമദ് ഭാഗവത വിചാര സത്രത്തിന്റെ പ്രതിമാസ പരിപാടികൾക്ക് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മാവുങ്കാൽ ശ്രീരാമക്ഷേത്രത്തിൽ നടന്ന വിവിധങ്ങളായ പരിപാടികൾ ബ്രഹ്മശ്രീ ഇടമന ഈശ്വരൻ തന്ത്രി ദീപപ്രജ്വലനം നടത്തി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സത്സംഗം അംഗങ്ങൾ ഭാഗവതത്തിന്റെ അധ്യായങ്ങൾ വായിച്ചു സമർപ്പിച്ചു. സുധാകരൻ പുറവുങ്കര പാരായണത്തിന് തുടക്കം കുറിച്ചു. വായനയെ അധികരിച്ച് ജോത്സ്യർ സി നാരായണൻ കൊട്ടോടി പ്രഭാഷണം നടത്തി. അങ്ങനെ കറിഞ്ഞ് വിഞ്ഞ് അങ്ങനെ നടത്തുന്ന സമയത്ത് മറ്റുള്ള ഗോപികമാരൊക്കെ കൃഷ്ണ 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 എന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. കടിയുണ്ട് ഇല്ല മരത്തിനോടും ചെടിയോടും അല്ലെ പക്ഷികളോടും പിന്നെ വൃക്ഷങ്ങളോടും മൃഗങ്ങളോടൊക്കെ ചോദിച്ച് ഇങ്ങനെ വരുമ്പോഴേക്ക് ഒരു ശബ്ദം അപ്പുറത്ത് കേൾക്കുന്നുണ്ട് കൃഷ്ണാന്റെ അത് രാധേയം. പക്ഷെ ആദ്യം ഭയങ്കര കളിയിരിക്കുന്നതാണ്. നമുക്ക് ഭയങ്കര കൂടി ആദ്യം കൊമ്പളിക്കാരി രാധ മാത്രമേ. തുടർന്ന് സത്സംഗം കുടുംബാംഗങ്ങൾ പ്രഭാഷകനൊപ്പം ചേർന്ന് വിഷ്ണു സഹസ്രനാമ പാരായണം ചൊല്ലി. പ്രമുഖ ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരി ചടങ്ങിൽ സംബന്ധിച്ചു. പി രാധിക ടീച്ചർ, സുമാ രാഘവൻ, സീതാ വാര്യർ, എസ് ലീല, കെ വി ലക്ഷ്മി മൂലക്കണ്ടം, രുക്മിണി ദാമോദരൻ, ഹരിഹരൻ നമ്പ്യാർ, പരപ്പ ബാലൻ മാസ്റ്റർ, എ പി ബാലകൃഷ്ണൻ എമ്രാന്തിരി പട്ടേന, ചന്ദ്രശേഖരൻ തൈക്കടപ്പുറം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പരിശുദ്ധ റമളാനിൽ ഉദിനൂർ തെക്കുപുറം മാതൃകാ അംഗൻവാടിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. കുരുന്നുകളും രക്ഷിതാക്കളും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പടന്ന ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലെ ഉദിനൂർ തെക്കുപുറം മാതൃകാ അംഗൻവാടിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. അംഗൻവാടി പരിസരത്ത് നടന്ന സംഗമം പടന്ന ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ പുഷ്പ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കർ കെ പി ശൈലജ അധ്യക്ഷത വഹിച്ചു. എ പത്മനാഭൻ, എ ജി കമറുദ്ദീൻ, എ ഗോപാലൻ, ഖലീഫ ഉദിനൂർ, കെ പി കുഞ്ഞമ്പു, സി സുരേന്ദ്രൻ, സി വി രാഗി, വി സൂര്യകീർത്തി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അരിപ്രോഡ് ശ്രീ തുരുത്തിൽ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന പൊങ്കാല മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല മഹോത്സവത്തിനായി എത്തിയത്. അരിപ്രോഡ് ശ്രീ തുരുത്തിൽ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന പൊങ്കാല മഹോത്സവത്തിന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. ദേവി നാരായണ നാരായണ ഓം അമ്മേ നാരായണ ഓം അമ്മേ നാരായണ നാരായണ ഭദ്രേ നാരായണ. പൊങ്കാല മഹോത്സവത്തിന് തന്ത്രീശ്വരൻ ബ്രഹ്മശ്രീ മേക്കാട്ടില്ലത്ത് കേശവ പട്ടേരി ഭദ്രദീപം തെളിയിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം ആൻഡ് സംഘാടക സമിതി തച്ചങ്ങാട് ബാലകൃഷ്ണൻ 10ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി റമളാൻ റിലീഫും നോമ്പുതുറയും ചികിത്സാ സഹായ വിതരണവും നടത്തി. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം ആൻഡ് സംഘാടക സമിതി തച്ചങ്ങാട് ബാലകൃഷ്ണൻ 10ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി റമളാൻ റിലീഫും നോമ്പുതുറയും ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നാട്ടിലെ ഓരോ വീട്ടിലെയും ആളുകളുടെ പേര് നേരിട്ട് അറിയുന്ന ഒരാളാണ് ശ്രീ പാലേട്ടൻ. പാലേട്ടൻ ഒരുപക്ഷെ ഈ പ്രദേശത്ത് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അതാണ് ഈ പ്രദേശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തിയായി പിന്നീട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു. ഇവിടെയും തൊട്ടപ്പുറത്തുള്ള പ്രദേശത്തും അതുപോലെ തന്നെ കിഴക്കേക്കര ഉൾപ്പെടുന്ന തൊട്ടി പ്രദേശങ്ങളിലൊക്കെ പ്രിയങ്കരനായ ശ്രീ ബാലേട്ടൻ നടത്തിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനവും ഈ പ്രദേശത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ തോതിൽ വേരോട്ടം നടത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അവസരത്തിൽ വളരെ നന്ദിപൂർവ്വം അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. 10 വർഷക്കാലം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ശ്രീ ബാലേട്ടൻ്റെ ഓർമ്മകൾ ഞാൻ മുൻകാല നേതാക്കന്മാരും മുൻകാല കോൺഗ്രസ് അനുഭാവികളും ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. DCC ജനറൽ സെക്രട്ടറി കെ നീലകണ്ഠൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. സംഘാടക സമിതി ചെയർമാൻ സാജിദ് മൊബൽ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞമ്പു നമ്പ്യാർ, അബ്ബാസ് തെക്കുപുറം, മുനീർ തമന്ന,
അജേഷ് പള്ളിക്കര, ചന്തുക്കുട്ടി പൊഴുതല, അഹമ്മദ് പൂച്ചക്കാട്, CH മധു എന്നിവർ സംസാരിച്ചു. രവീന്ദ്രൻ കരിച്ചേരി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സസ്പെൻസിനൊടുവിൽ കല്ലട്ര മാഹിൻ ഹാജി കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി. മഞ്ചേശ്വരത്ത് AKM അഷ്റഫിന് രണ്ടാം ഊഴം. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈജി ഓട്ടപ്പള്ളിയാണ് സ്ഥാനാർത്ഥി. ജോസഫ് വിഭാഗം കാഞ്ഞങ്ങാട് സീറ്റ് ഏറ്റെടുത്തതോടെ തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസിന് വിട്ടുനൽകി. കാസർഗോഡ് +2 പരീക്ഷയിൽ ആൾമാറാട്ടം, 2 പേർക്കെതിരെ കേസെടുത്തു. ഒരാൾ അറസ്റ്റിൽ. അടിത്തടുക്ക സ്വദേശിയായ മുഹമ്മദ് മുക്താറാണ് അറസ്റ്റിലായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാസർഗോഡ് ജില്ല സജ്ജമെന്ന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ജില്ലാ കളക്ടറുടെ ചേംബറിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. മംഗളൂരുവിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം, വ്യവസായിയെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ 26കാരൻ അറസ്റ്റിൽ. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുമ്പളയിൽ ചുമരെഴുതിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെയും സ്റ്റാഫ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.